അനന്തൻകാട് സിനിമയുമായി ബന്ധപ്പെട്ട താഹിർ കമ്പനിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് നിർമ്മാതാവ് എസ് വിനോദ് കുമാർ. സിനിമയുടെ ചിത്രീകരണത്തിനായി ഉപയോഗിച്ച ഉപകരണങ്ങൾ വാടകയ്ക്കെടുത്ത വകയിൽ 1,80,00,000 രൂപ കുടിശ്ശിക വരുത്തിയെന്നാണ് കമ്പനിയുടെ ആരോപണം. എന്നാൽ താഹിർ കമ്പനിക്ക് കൊടുക്കാനുള്ള തുക കോടതിയിൽ കെട്ടിവെച്ചിട്ടാണ് സിനിമ റിലീസ് ചെയ്യാൻ ഓർഡർ വാങ്ങിയതെന്ന് നിർമ്മാതാവ് വ്യക്തമാക്കി. അനന്തൻകാട് സിനിമയുടെ ചിത്രീകരണത്തിനായി ഉപയോഗിച്ച ക്യാമറകളും ലൈറ്റിംഗ് ഉപകരണങ്ങളും വാടകയ്ക്കെടുത്ത വകയിൽ 1.8 കോടി രൂപ കുടിശ്ശിക വരുത്തിയെന്നാണ് നടൻ ആര്യയ്ക്കും അനന്തൻകാട് നിർമ്മാതാവിനും അണിയറ പ്രവർത്തകർക്കുമെതിരായ ആരോപണം. താഹിർ കമ്പനിയുടെ ഈ ആരോപണം നിർമ്മാതാവ് എസ് വിനോദ് കുമാർ തള്ളിക്കളഞ്ഞു. ആര്യയുടെ പ്രതിച്ഛായ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ താഹിർ കമ്പനി മനഃപൂർവ്വം സൃഷ്ടിച്ച വ്യാജ പ്രചരണമാണ് ഈ ആരോപണമെന്നും അദ്ദേഹം പറഞ്ഞു. ആര്യയ്ക്ക് ചിത്രത്തിന്റെ നിർമ്മാണവുമായി യാതൊരു ബന്ധവുമില്ല. സാമ്പത്തിക തർക്കങ്ങളെ തുടർന്ന് താഹിർ കമ്പനി കോടതിയെ സമീപിക്കുകയും തർക്കത്തിലുള്ള തുക കോടതിയിൽ കെട്ടിവെക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കോടതി 2026 ജൂൺ 25-ന് സിനിമ റിലീസ് ചെയ്യാൻ അനുമതി നൽകുകയായിരുന്നുവെന്നും വിനോദ് കുമാർ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യങ്ങളെല്ലാം താഹിർ കമ്പനി മറച്ചുവെച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ മണി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് ആദ്യം കോടതിയിൽ പോയത് ഞാനാണ്. വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്തി റിലീസിനുള്ള അനുമതി കോടതിയിൽ നിന്നും മേടിച്ചിട്ടാണ് ഈ പടം റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ GST ഉൾപ്പെടെ നമ്മൾ എറണാകുളം മുനിസിപ്പൽ കോർട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഈ പടത്തിൻ്റെ റിലീസ് ഓർഡർ മേടിച്ചേക്കുന്നത്. ഈ ആര്യയുടെ സ്റ്റാർഡം ഡിഫെയിം ചെയ്യുക, അത് കാരണം ഒരു ബ്ലാക്ക് മെയിൽ സ്ട്രാറ്റജി ഉണ്ടാക്കി പണം അപഹരിക്കുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി നടത്തിയ ഒരു കാര്യമാണെന്ന് വിശദീകരിക്കുകയാണ് ഞാൻ ഈ അവസരത്തിൽ ചെയ്യുന്നത്. കേരളത്തിൽ കേസ് നിലനിൽക്കെ തന്നെ അത് മറച്ചുവെച്ച് താഹിർ കമ്പനി ഹൈദരാബാദ് കോടതിയിലും ഹർജി ഫയൽ ചെയ്തു. ഇതിന് മറുപടി സമർപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും നിർമ്മാതാവ് ചൂണ്ടിക്കാട്ടി. ഇതിനെല്ലാം പുറമെയാണ് ഹൈദരാബാദ് ജൂബിലി ഹിൽസ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതെന്നും അനന്തൻകാട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, കൊച്ചി.